ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഒരു സംഘടനയുടെയും പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തെ അനുസരിക്കുകയും അത് ദൈവനിശ്വാസ്യമാണെന്ന് മനസ്സിലാക്കി അത് ധ്യാനിച്ച് ജീവിതത്തിൽ അനുഭവിച്ച് വിശുദ്ധ വേദപുസ്തകത്തെ പരമാർത്ഥമായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നുള്ള നിലയിൽ എന്താണ് സുവിശേഷം എന്നുള്ളത് നിങ്ങളുമായിട്ട് അല്പസമയങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് സുവിശേഷം? സുവിശേഷത്തിൻ്റെ ശക്തി എന്താണ്? ഇത് ഈ കാലഘട്ടത്തിൽ ഓരോ പ്രിയപ്പെട്ടവരും സത്യസന്ധമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സന്ദേശമാണിത്. എന്താണ് സുവിശേഷം എന്നുള്ളതിനേക്കാൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ എന്തല്ല സുവിശേഷം എന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ഒരുപാട് സന്ദേശങ്ങൾ ഞാനും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചിലതൊക്കെ കാണുമ്പോൾ വേദനയും വിഷമവുമുണ്ട്. എന്നാൽ ചില പ്രിയപ്പെട്ടവരിലേക്കെങ്കിലും സത്യസന്ധമായി ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തെ എത്തിക്കുവാനിടയായി തീരട്ടെ. പൗലോസിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന ചിലരെ പോലെയല്ല, അതെ, പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും അത് പ്രസംഗിക്കുവാനിടയാകട്ടെ. അപ്പോൾ കൂട്ടിച്ചേർക്കുന്നവരുണ്ട് എന്നുള്ളതാണ് സത്യം. അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി സുവിശേഷത്തെ വിൽക്കുന്നവരും സുവിശേഷത്തിൽ മായം ചേർക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ അതിൻ്റെ ഫലം അനുഭവിക്കട്ടെ. സത്യസന്ധമായി ഇതിൽ ഈ ഭാഗത്തിൽ നിന്ന് ചില മിനിറ്റുകൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് സുവിശേഷം എന്ന് നാം ചിന്തിക്കുന്നതിന് മുമ്പ് എന്തല്ല സുവിശേഷം എന്ന് നാം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സുവിശേഷം എന്ന് പറയുന്നത് അനുഗ്രഹമല്ല, രോഗശാന്തിയല്ല, കടം മാറുന്നതല്ല, ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നതല്ല, മക്കൾക്ക് ജോലി കിട്ടുന്നതല്ല. ഒരുപക്ഷെ ദൈവത്തെ സേവിക്കുമ്പോൾ ഇതൊക്കെ ദൈവം നമുക്ക് തരുമെങ്കിലും സുവിശേഷം ഇതൊന്നും അല്ല. സുവിശേഷത്തിന് ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്താൽ അതിന് കൃത്യമായ ഒരു വാക്യം നമുക്ക് കിട്ടുന്നത് 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനന, ജീവിത, ഉപദേശ, മരണ, പുനരുത്ഥാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സുവിശേഷം യേശുവാണ്. യേശുവില്ലാത്ത സുവിശേഷം, അതിനെ നമുക്ക് സുവിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല. യേശുവിനെ പ്രസംഗിക്കാത്തത്, യേശുവിൻ്റെ ഉപദേശവും യേശുവിൻ്റെ ജീവിതവും പ്രസംഗിക്കാത്തത് ഒരിക്കലും അത് സുവിശേഷം അല്ല എന്നുള്ളതാണ്. കാരണം വേദപുസ്തകത്തിൻ്റെ അകത്ത് സുവിശേഷത്തെ, വചനത്തെ, സത്യവചനത്തെ പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യവചനം. എന്തുകൊണ്ടാണ് സത്യവചനത്തെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു കാര്യമുണ്ട്. സത്യസുവിശേഷം എന്ന് പറയുമ്പോൾ സത്യമല്ലാത്ത സുവിശേഷമുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വേറൊരു സുവിശേഷം, നമ്പർ 1. നമ്പർ 2, മറിച്ചു കളഞ്ഞ സുവിശേഷം. 3, വിപരീത സുവിശേഷം. 4, മാനുഷിക സുവിശേഷം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സുവിശേഷങ്ങളുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു. അപ്പം ഇന്ന് പ്രസംഗിക്കുന്ന യേശു പോലും വചനത്തിലൊക്കെ ഇല്ലാത്ത യേശുവും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടില്ലാത്ത യേശുവിനെയും ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് അതൊക്കെ കേട്ട് വലിയ തെറ്റിദ്ധാരണയിൽ വീണ് വല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് സത്യസുവിശേഷം എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഈ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരധ്യായം അല്ലെങ്കിൽ ചില വാക്യങ്ങൾ നമുക്ക് ഈ സമയത്ത് എടുത്ത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. വളരെ ദീർഘമായ ഒരു അധ്യായമാണ് ആ അധ്യായം. ആ അധ്യായം എനിക്ക് തോന്നുന്നു സുവിശേഷത്തെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും പരാമർശിച്ചിരിക്കുന്ന മറ്റൊരു അധ്യായം, മറ്റൊരു ഭാഗം വേദപുസ്തകത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ഭാഗം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നതായ സുവിശേഷം, നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം. ഈ ഒരു സുവിശേഷം വ്യർത്ഥമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പ്രത്യക്ഷനായി, ഞാൻ കണ്ടതാണ്. കേഫാവിനും മറ്റു ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. 500-ലധികം പേർക്ക് യേശു ഒരുമിച്ച് പ്രത്യക്ഷനായി. അവരിൽ പലരും ജീവനോടെ ഇരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക,
നമ്മളൊരു കെട്ടുകഥയല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഏതെങ്കിലും എവിടെയെങ്കിലും നടന്ന് തെളിവില്ലാത്തതല്ല. അപ്പോസ്തലന്മാരൊക്കെ അതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവരൊക്കെ ഐ വിറ്റ്നസ്സുകളായിരുന്നു, ദൃക്സാക്ഷികളായിരുന്നു. അവരൊക്കെ യേശുവിനെ കണ്ടതായിരുന്നു. ഏത് യേശുവിനെ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതായിരുന്നു. ഈ യേശുവിനെ കണ്ടതുകൊണ്ട് അതാണ് അവരെ എന്താ പറയുന്നത്, എതിർത്ത് നിന്ന ചക്രവർത്തിമാരുടെ മുമ്പിലും ഭരണാധികാരികളുടെ മുമ്പിലും യേശുവിന് വേണ്ടി മരിക്കാൻ പോലും അവർ തയ്യാറായതിന്റെ കാരണം അവരാ സത്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഈ ദൈവസ്നേഹത്തെ ഹൃദയത്തിന്റെ അകത്ത് തിരിച്ചറിയുന്നവന്റെ മുമ്പിൽ മുഴു ലോകവും വന്നു നിന്നാലും അതിനെ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. പോകട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പം അവർ പ്രസംഗിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൊണ്ട് അവരത് കണ്ടതായിരുന്നു. എന്നിട്ട് ആ ഭാഗങ്ങൾ എടുത്ത് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണയടക്ക പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭ്യമായ ഏകദേശം 24 കൂട്ടം അനുഗ്രഹങ്ങൾ ആ പുസ്തകത്തിന്റെ അകത്ത്, ആ അധ്യായത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസംഗം അത് നിൽക്കുന്നത് യേശുവിലാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ പുനരുദ്ധാനമാണ്. നമ്മുടെ പുനരുദ്ധാനത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ പുനരുദ്ധാനമാണ്. മരിച്ചവരുടെ പ്രത്യാശ യേശുവിന്റെ പുനരുദ്ധാനമാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ അടക്ക പുനരുദ്ധാനം അഥവാ സുവിശേഷത്തെ അടിസ്ഥാനപ്പെട്ടാണ് ക്രിസ്തീയ പ്രത്യാശ നിലനിൽക്കൊള്ളുന്നത് എന്നെന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തെയാണ് പ്രസ്താവിക്കേണ്ടുന്നത്, പ്രസംഗിക്കേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ സുവിശേഷത്തെയാണ് പ്രസംഗിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെടേണ്ടുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം മുഴുവനും വായിച്ചാൽ അതിൻ്റെ അകത്ത്, എൻ്റെ കേൾവിക്കാർ പിണങ്ങരുത്, ഒരൊറ്റ ഭൗതിക അനുഗ്രഹം അതിൻ്റെ അകത്തില്ല. ഒരൊറ്റ ഭൗതിക അനുഗ്രഹം. ഞാൻ സത്യത്തിൽ എന്നെ അറിയാവുന്നവർക്കൊക്കെ അടുത്തറിയാവുന്നവർക്കറിയാം, ഞാൻ ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ദൈവം തരുന്ന ആലോചനകൾ വിളിച്ചു പറയുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെയും ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. അതിൻ്റെ അകത്ത് പ്രവചനമോ ദൂതോ അനുഗ്രഹമോ വിടുതലോ ഒന്നുമില്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ഭൗതികമായ ഒരു കാര്യവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് കടം മാറുന്നു, ബന്ധനം മാറുന്നു, രോഗം മാറുന്നു, ഇതൊക്കെ സംഭവിക്കും. ശാപം മാറുന്നു. സുവിശേഷത്തിലേക്ക് വന്നാൽ ശാപം മാറും. ഞങ്ങളുടെയൊക്കെ ശാപത്തെ ദൈവം മാറ്റിയെടുത്തതാണ്. അപ്പൊ ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊന്നുമല്ല സുവിശേഷം. ഇതല്ല സുവിശേഷം. യേശുവില്ലാത്തത്, യേശു പറയാത്തത്, യേശു പഠിപ്പിക്കാത്തത് പറയാത്തിടത്തോളം കാലം ഇതൊന്നും സുവിശേഷമല്ല. സത്യസന്ധമായി സുവിശേഷം പ്രസംഗിക്കണം. യേശുവിനെ സ്നേഹിക്കുക മാത്രമല്ല, യേശുവിന്റെ അരികിലേക്ക് വരിക മാത്രമല്ല സുവിശേഷം. യേശു പറഞ്ഞ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് സുവിശേഷത്തിന്റെ ഭാഗം. കാരണം എന്താ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, സത്യസന്ധമായി വചനത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ യേശു പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരും. രക്ഷ എന്താണ്, വീണ്ടും ജനനം എന്താണ്, സ്നാനം എന്താണ്, വിശുദ്ധ ജീവിതം എന്താണ്, യേശുവിനായി ജീവിക്കുന്നത് എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലെ സന്ദേശത്തിലേക്ക് വരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഒരു സംഘടനയുടെ വക്താവായി നിന്നുകൊണ്ടല്ല, ദൈവവചനത്തെ സത്യസന്ധമായി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ദൈവം അത് ഏൽപ്പിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എന്നെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് ഈ സത്യസുവിശേഷം സമൂഹ മാധ്യമങ്ങളിൽ നിറയട്ടെ, അനേകർ ജീവിതത്തിന് പരിവർത്തനത്തിനിടയായി തീരട്ടെ. അപ്പോൾ എന്താണ് സുവിശേഷം എന്ന് നമ്മൾ പറഞ്ഞു. യേശുക്രിസ്തുവാണ് സുവിശേഷം. എന്താണ് സുവിശേഷത്തിന്റെ ശക്തി? സുവിശേഷത്തിനൊരു ശക്തിയുണ്ട്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിൻ്റെ അകത്ത് കുറിച്ചിടേണ്ടുന്ന 4 കാര്യങ്ങൾ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. ഒരൊറ്റ വാക്യത്തിൽ 2 തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നശിച്ചു പോകുന്ന ഒരു കൂട്ടവും രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടവും. ഈ കൂട്ടം ഇന്നത്തെ കാലത്തുമുണ്ട്. നശിച്ചു പോകുന്നവന് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. ശരിയല്ലേ? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു പണിയില്ലാത്തവരാണ് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്ന് പോയിനട മാറി എന്നൊക്കെ പറഞ്ഞ് സുവിശേഷത്തെ എതിർക്കുന്നവർ, അംഗീകരിക്കാത്തവർ, നശിച്ചു പോകുന്നവർ, അവർക്കിത് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്.
നശിച്ചു പോകുന്നവർ മാത്രമൊന്നുമല്ല, രക്ഷിക്കപ്പെടുന്ന നല്ലൊരു കൂട്ടമുണ്ട്. അപ്പം അവർക്കിതൊരു ദൈവശക്തിയാണ്, പവർ ഓഫ് ഗോഡാണ്, ഇല്ലേ? അത് അനുഭവിക്കുന്നവർക്കറിയാം ഇതൊരു ദൈവശക്തിയാണ്. എന്ത് ദൈവശക്തിയാണ്? ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ അടിമത്തങ്ങളിൽ നിന്ന് തൻ്റെ കൃപയ്ക്കകത്ത് നമ്മളെ നടത്തി ഇവിടെ മാത്രമല്ല ഈ ലോകത്തിനപ്പുറത്തുള്ള ആ ഒരു നിത്യത വരെ എത്തിക്കുന്ന ദൈവശക്തിയാണ് ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത്. രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാകണം, ഏകശരീരസ്ഥരാകണം, വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം. സുവിശേഷത്തിലൂടെ 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നാണ്. ജാതികൾ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളായി വരുന്നു. നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന ജനവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? യഹൂദന്മാർ എന്ന് പറയുന്നൊരു ഗണം നമുക്കറിയാം. യഹൂദന്മാർ, യവനന്മാർ അല്ലെങ്കിൽ ജാതികൾ, 3 ദൈവമക്കൾ, വിശ്വാസികൾ. ഈ 3 കൂട്ടം മാത്രമേ ഉള്ളൂ. അല്ലാതെ പാരമ്പര്യ ക്രൈസ്തവർ, പാരമ്പര്യ തറവാട്ടിൽപ്പെട്ടവർ എന്നൊക്കെയുള്ള പേരുകളിൽ ജീവിക്കുന്നവരുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, യേശുവിനെ അംഗീകരിക്കാത്ത, യേശു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാത്ത, ഈ ദൈവകൃപയെ അനുഭവിക്കാത്ത, പരിശുദ്ധാത്മ ശക്തിയില്ലാത്ത ഒരു വ്യക്തിയും ദൈവവൈതലല്ല. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ദൈവാത്മാവ് നടത്താത്തവൻ എങ്ങനെ ദൈവമക്കളാകും? കള്ളു കുടിച്ച് തോന്നിയവാസമായിട്ട് ജീവിക്കുന്നവൻ ഒക്കെ ഞാൻ ഇന്ന കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ ദൈവമക്കളാകും? അപ്പൊ നോക്കുക, ജാതികൾ ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് സുവിശേഷത്തിലൂടെയാണ്. നമ്മളൊന്നും ഇതിൻ്റെ അകത്ത് വരേണ്ടുന്നവരല്ല, ഇല്ലേ? എൻ്റെ അപ്പൻ എന്താ പറയുന്നത്, എൻ്റെ അപ്പൻ സുവിശേഷകന്മാരെ കല്ലെറിഞ്ഞോടിച്ച ഒരാളാണ്. തെരുവുകളിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കർത്തൃദാസന്മാരെ തെറി വിളിച്ച് അവരെ കല്ല് വലിച്ചെറിഞ്ഞ് അവരെ പ്രസംഗിക്കാൻ സമ്മതിക്കാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടിച്ചു കളഞ്ഞവനായിരുന്നു എൻ്റെ പിതാവ്. പക്ഷെ എൻ്റെ പിതാവിനോട് ഒരിക്കൽ ഒരു സുവിശേഷകൻ പറഞ്ഞു, ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തും, നിങ്ങളുടെ തലമുറയിൽ ഒരാൾ ഇതെടുക്കുമെന്ന് പറഞ്ഞു. നോക്കുക, ഞാൻ ഇന്ന് ഇതിലേക്ക് വന്നു. അപ്പൊ സുവിശേഷത്തിന്റെ ശക്തിയാണത്. അപ്പോൾ ജാതികൾ വാഗ്ദത്തത്തിന് അവകാശികളായി തീരുന്നത് നമ്മളെല്ലാം ജാതികൾ തന്നെ ആയിരുന്നു. ഏത് കുടുംബ പാരമ്പര്യം പറഞ്ഞാലും വേദവസ്തപ്രകാരം ജാതികളാണ്, അല്ലെങ്കിൽ യഹൂദന്മാരായിരിക്കണമായിരുന്നു. യഹൂദന്മാരായിട്ട് ഉള്ളവരാരും കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ യഹൂദന്റെ യഥാർത്ഥ പ്രമാണം അനുസരിച്ച് നിങ്ങൾ വംശാവലി പട്ടിക എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. വംശാവലി പട്ടിക, യഹൂദന്മാർക്ക് വംശാവലി പട്ടികയും കൊണ്ടാണ്, അവർ പേഴ്സിൽ വംശാവലി പട്ടികയും കൊണ്ടാണ് നടക്കുന്നത്. അവർ കൊണ്ടുവന്നത് ഗോത്രത്തിൽ കൊണ്ടുവന്ന് ചേർക്കത്തക്ക നിലയിൽ അത് കൊണ്ടുവരും. അതൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം ജാതികളായി കിടന്നിരുന്ന നമ്മളെയൊക്കെ ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ദൈവകൃപയിലൂടെ കൂട്ടവകാശികളാക്കി തീർത്തു. 2, 3 കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അപ്പൊ സർവ്വലോകത്തിലും പോകുന്നതാണ് സുവിശേഷം. സുവിശേഷത്തിന്റെ ശക്തിയുണ്ടോ? ഇതിനെ തടയാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ കത്തിച്ചു കളയുവാൻ നടത്തിയ പരിശ്രമം നടത്തിയവരുണ്ട്. ഞാനത് ആരാണെന്ന് പോലും പറയുന്നില്ല. ഇന്നുള്ള പല മതസംഘടനകളും, അറിയപ്പെടുന്ന സംഘടനകൾ, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർ പോലും വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചവരെ ജീവനോടെ തീക്കരയാക്കിയ ചരിത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ജോൺ വെസ്ലിയെ പോലെയൊക്കെ ഉള്ളവരെ എന്താ പറയുന്നത്, ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം അവരെ ജീവനോടെ കൊന്നൊടുക്കിയ നാമധേയ സമൂഹങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ നോക്കുക, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇത് അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അലാസ്കയിൽ ചെന്നാലും, നേപ്പാളിൽ ചെന്നാലും, എന്തിനേറെ പറയുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നാലും നിങ്ങൾക്കവിടെ സുവിശേഷം ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയവരെ കാണുവാൻ പറ്റും. കാരണം സർവ്വലോകത്തിലും പോകുന്നതാണ് സുവിശേഷം, സർവ്വ സൃഷ്ടികളോടും പ്രസംഗിക്കേണ്ടുന്നതാണ്. അടുത്തത് വിശ്വസിക്കുന്നവരിൽ ഫലം കായ്ക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് ഫലത്തിലേക്ക് കൊണ്ടുവരും. മദ്യപാനികളെ ദൈവസ്നേഹികളാക്കി തീർക്കുന്നതാണ്. അതെ, ആത്മഹത്യയിലേക്ക് പോകുന്നവരെ, കിരാതന്മാരെ, നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്നതാണ് സുവിശേഷം. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ ഒക്കെ പഠിച്ചാൽ അവിടെയുള്ള നരഭോജികൾ ദൈവമക്കളാക്കി തീർത്തത്, അവരെ മാറ്റിയത് സുവിശേഷമാണ്, ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിന് പരിവർത്തനം തന്നത് സുവിശേഷമാണ്. അടുത്തത് 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യശിക്ഷാവിധിയിലേക്ക് പോകും. നോക്കുക, സുവിശേഷത്തെ
അംഗീകരിക്കാത്തവരെന്നല്ല, സുവിശേഷത്തെ അനുസരിക്കാത്തവർ. അപ്പൊ സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ സുവിശേഷം അനുസരിക്കുന്നവർ യേശുവിനെ രക്ഷകനും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിച്ച് കർത്താവ് പറഞ്ഞ കൽപ്പനകൾ, വേർപാട്, വിശുദ്ധി, സ്നാനം എന്നിത്യാദി ഒരു സഭ പഠിപ്പിക്കുന്നതല്ല, ഇല്ലേ, ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുക, യേശു പറഞ്ഞ വാക്കുകൾ അനുസരിക്കുക. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അതെ അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ എന്നുള്ള സർവ്വസൃഷ്ടികളോടും പ്രസംഗിക്കേണ്ടുന്ന യേശുക്രിസ്തുവിന്റെ മഹാനിയോഗം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ സുവിശേഷം അനുസരിച്ചാണ് ന്യായവിധി. ആ സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ സുവിശേഷം അനുസരിക്കുന്നവർ നിത്യജീവനിലേക്ക് പോകും. അപ്പം ഇതൊക്കെ അനുഭവിച്ച് പ്രാർത്ഥിച്ച് കൊണ്ട് സുവിശേഷത്തിന്റെ ശക്തി അനുഭവിപ്പാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കഴിയട്ടെ. സത്യസന്ധമായ ദൈവവചനം പഠിച്ച് നമുക്ക് പരമാർത്ഥതയോടും അതേ സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് അതിൻ്റെ ശിഷ്യന്മാരായി മുൻപോട്ട് പോകാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയ സന്ദേശവുമായിട്ട് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.